ഇന്ന് നമ്മുടെ യാത്ര കായലിൽ കൂടി ഒരു വള്ളത്തിൽ കൂടി ഇങ്ങനെ പോവുക കേട്ടോ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി. നമ്മൾ പോകുവാനുള്ള വള്ളം ഇതാ. വള്ളമെല്ലാം റെഡിയായി ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ വള്ളത്തിൽ കയറി, എൻ്റെ കൂട്ടുകാരൻ വള്ളം തുഴഞ്ഞു തുടങ്ങി. ആദ്യം വള്ളത്തിൽ കയറാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ആദ്യം തന്നെ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ഡേഞ്ചറായിപ്പോയി. വള്ളം മറിയാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളിങ്ങനെ വള്ളത്തിൽ യാത്ര ചെയ്ത് മുന്നോട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ വള്ളം എടുത്തെടുത്ത് നിന്നും ഒരു 10-100 മീറ്റർ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇനി ഞങ്ങൾ കായലിൻ്റെയൊക്കെ മാധുര്യം ഇങ്ങനെ ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് പേടിയില്ലാഴികയൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ കായലിൻ്റെ നടുവശത്ത് എത്തിയിരിക്കുകയാണ്. പോകുമ്പോൾ ഒരുപാട് ചിറകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കെ ഉള്ളതാണ്. അങ്ങേ സൈഡിലൊക്കെ ഒരുപാട് പേര് വലകളൊക്കെ വീശിയിട്ടുണ്ട്. നമുക്ക് ഞങ്ങളങ്ങനെ ഓരോ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഏതേലും ഫ്രണ്ടിലോട്ട് വള്ളത്തെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്ക് ഒരുപാട് വീഡിയോകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നാലേ പറ്റൂ. അങ്ങനെ നമ്മളെ വള്ളം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് തീർത്താണ് കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം സൈഡിൽ ഒരുപാട് ആഴം ഉണ്ടാകുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് വള്ളം മറിയുകയാണെങ്കിൽ സേഫായിട്ട് നമ്മൾ ഇരിക്കണം. ഒറ്റച്ചാട്ടത്തിന് കരയിലോട്ട് കയറണം. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ മീൻ പിടിക്കാൻ വലയിട്ടിരിക്കുന്നതാണ്. ബോളുകൾ പൊങ്ങിക്കിടപ്പുണ്ട്. എന്നാലാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്നതാണ് വലയിട്ടിരിക്കുന്നത്. ആരും ഈ വീഡിയോ നിർത്തി പോവരുത്. കാരണം ഇനി അങ്ങോട്ടോ അതിഭയങ്കരമായ സംഭവങ്ങൾ ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ആരും നിർത്തരുത് എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം കായലിൻ്റെ നടുവിലെത്തി. ഞങ്ങൾ പോകുന്നത് തൊട്ട അപ്പുറത്ത് ഒരു തുരുത്തുണ്ട്. കായലിന് നടുവിലായിട്ട് ഒരു തുരുത്തുണ്ട്. അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് നമ്മളെ രണ്ടാമത്തെ തുരുത്തിലോട്ട് നമ്മളിപ്പം കയറുകയാണ്. ആ ദൂരെ കാണുന്നിടത്താണ് നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ ഉള്ളത്. എന്തേലും ഇപ്പോഴേ നിങ്ങളോട് എന്താണ് സംഭവമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളത് കണ്ടിരിക്കുക തന്നെ ചെയ്യുക. എന്നാലാണ് ഈ വീഡിയോയ്ക്കൊരു രസം ഉണ്ടാവുകയുള്ളു. എന്തേലും നമ്മുടെ കൂട്ടുകാരൻ ഗപ്പി തുഴഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. നമ്മുടെ മേഘങ്ങളൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ട നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി. ഇത് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ എഴുപുന്നയാണ് കേട്ടോ. എഴുപുന്ന ഉൾക്കായലിലേക്കാണ് നമ്മൾ ഈ യാത്ര പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തെങ്ങുകൾ നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ എത്തിച്ചേരേണ്ടത്.
ഏകദേശം നമ്മൾ ആ ഭാഗത്തോടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വെള്ളങ്ങളൊക്കെ ഇങ്ങനെ നല്ല പച്ച നിറത്തിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ മാന്ത്രികം സിനിമയിലെ ആ ഷൂട്ടിംഗ് ആണ്. ലാസ്റ്റ് അവർ ഒരു മാളികയിലോട്ട് പോകുന്നുണ്ട്. അത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. എനിക്ക് പെട്ടെന്ന് ആ സംഭവം ഓർമ്മയിൽ വന്നു. ഞാൻ അവനോട് പറഞ്ഞു, സൈഡ് തീർത്തങ്ങ് വള്ളം ഓടിക്കുക. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ അതും കണ്ട് പ്രകൃതിയെ കണ്ട് ആസ്വദിച്ചു പോകുമ്പോൾ മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിർമയാണ്. എന്നാൽ ഈ ചെടി കണ്ടൽക്കാട് എന്ന് പറയും. പക്ഷേ ഇത് കണ്ടൽക്കാടല്ല, വേറെ ഒരുതരം ചെടിയാണ്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പൊട്ടിച്ചാൽ ഇതിൽ കുരുക്കളൊക്കെ ഉണ്ട്. കായ്കളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ചൊന നമ്മുടെ ശരീരത്തിൽ വീണാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വരെ, ശരീരം വരെ ചൊറിഞ്ഞ് തടിച്ചു തുടങ്ങും. അതുകൊണ്ട് ഞാൻ അതിലോട്ട് തൊട്ട് റിസ്ക് എടുക്കാൻ എന്തായാലും റിസ്ക് എടുത്തില്ല. എന്തിനും നമുക്ക് വേഗം എത്തേണ്ട സ്ഥലത്ത് എത്തണം. അതുകൊണ്ട് പയ്യെ തുഴഞ്ഞങ്ങ് പോവുകയാണ്. ആദ്യമായിട്ടുള്ള വള്ളത്തിലെ യാത്രയായതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം എനിക്ക് നന്നായി പേടിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ പേടിയൊക്കെ മാറി വരികയാണ്. നമ്മുടെ ഗപ്പി ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കി അവനിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേഘങ്ങളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പല തരത്തിലാണ് മേഘങ്ങൾ വർണ്ണം വിരിച്ച് നിൽക്കുന്നത്. കവിയല്ലാത്തതുകൊണ്ട് എനിക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. സോറി, ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ഇതാ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കായൽ മുറിച്ച് കടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ചെറിയ ചെറിയ തുരുത്ത് പോലെ ഓരോ തുരുത്തുള്ളത്. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം ഇതാ വള്ളം അടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞാനും ഗപ്പിയും ആ തുരുത്തിൽ എത്തി. ഇനി അവിടെ ഞങ്ങൾ വള്ളം അടുപ്പിച്ച് പയ്യെ അങ്ങോട്ട് ഇറങ്ങാനുള്ള തന്ത്രപ്പാടാണ്. ഇറങ്ങുക അത്ര നിസ്സാരമല്ല ആദ്യമായിട്ട് കയറുന്ന ആൾക്ക്. ഇതിൻ്റെ അകത്തോട്ട് ഞാനൊന്ന് കയറിയൊന്ന് തലയും കുത്തി വീണായിരുന്നു. പക്ഷെങ്കിൽ അത് ഞാൻ വീഡിയോ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറയും താഴെ പോയായിരുന്നു. അങ്ങനെ ഒരു വള്ളിയെ പിടിച്ച് കിടന്നാണ് ഞാനിപ്പം കയറുന്നത്. അങ്ങനെ വരുമ്പോൾ ആ തുരുത്തിൽ ഒരു വീട് മാത്രം, ഒരു കൊച്ചു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ തുരുത്തിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്താണ് ഉള്ളത് എന്ന് നോക്കി പോവുകയാണ്. അങ്ങനെ പുല്ലുകളൊക്കെ വകഞ്ഞു മാറ്റി ഞാനും ഗപ്പിയുടെ പുറകെ വെച്ച് പിടിപ്പിക്കുകയാണ്. കാരണം അവിടുത്തെ സംഭവം എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ. ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പം അവിടെയുമുണ്ട് ഒരു വള്ളം കരയ്ക്ക് അടുപ്പിച്ചിട്ടിട്ടുണ്ട്. 2-3 ചരുവങ്ങളും ഒരുപാട് കക്കായുടെ
തോടുകൾ ഒരു ലോഡ് കൂട്ടിയിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ചെറുതും വലുതുമായ കക്കകളുടെ അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു അമ്മാമ ഇരുന്ന് കക്ക പുഴുങ്ങുകയാണ്. കൂടെ ഒരു ചാച്ചനുമുണ്ട്. ഇത് വെള്ളത്തിലാണോ ഇത് വെള്ളത്തിട്ടേക്കാണോ? ആ ഇതെങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ ഇത് ഞങ്ങള് വെള്ളത്തിൽ പോയേ കിളിങ്ങനുമായിട്ട് പോയി പാല് കിളിങ്ങൻ ഇവിടെ ഉണ്ട്. ഒന്ന് കാണിക്കാമോ? ഈ അമ്മാമ്മ ഇപ്പൊ നമുക്കൊന്ന് പറഞ്ഞുതരാൻ പോട്ടെ, എങ്ങനെയാ കക്ക വാരുന്നതും എങ്ങനെയാണ് കക്ക പൊടിച്ച് നമ്മുടെ കയ്യിൽ എത്തുന്നതൊക്കെ പറഞ്ഞു തരും കേട്ടോ. നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാവേ കേട്ടോ.